തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ദമാമിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനാണ് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 10:10 ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. അവരെ വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ ചെയ്ത് 8:53 അപ്പൊ അവര് ഫ്ലൈറ്റ് ഓൺ ടൈം എന്ന് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവരെ കസ്റ്റമർ കെയർ വിളിച്ച അവർ ഫോൺ എടുക്കത്തില്ല. ഞാൻ ഇന്നലത്തെ ടിക്കറ്റ് എന്റേത് ക്യാൻസൽ ആയിട്ട് ഇന്നലത്തെ ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. എനിക്ക് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തെന്ന് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി. വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ പ്രതിഷേധം നമ്മൾ നേരത്തെ പലയിടങ്ങളിലും കണ്ടിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് പ്രതിഷേധമുണ്ടോ? എന്താണ് എയർ ഇന്ത്യയുടെ ഒരു വിശദീകരണമുണ്ടോ ഇക്കാര്യത്തിൽ സലീം? ഉന്മേഷ്, അവസാന നിമിഷമാണ് എയർ ഇന്ത്യ ഇക്കാര്യത്തിലൊരു നിലപാട് തന്നെ വ്യക്തമാക്കിയത്. കാരണം ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും ഒക്കെ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ യാത്രക്കാരിൽ പലരും നേരത്തെ തന്നെ ഇന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് തിരക്കിയിരുന്നു എന്നാണ് ഈ യാത്രക്കാരൊക്കെ പറയുന്നത്. പക്ഷെ അവസാന നിമിഷം വരെയും അവർ അങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യില്ല എന്നൊരു നിലപാടായിരുന്നു എടുത്തത്. അതിനുശേഷം 10 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ബോർഡിൽ പോലും ഇവിടെ ആ നിലയിൽ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത്. ചേട്ടാ എവിടെന്നാ വരുന്നത്? കൊല്ലം. ഇന്ന് രാവിലെ മുതൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ ക്യാൻസലേഷന്റെ വിവരങ്ങൾ അറിയാവുന്നത്, സ്ട്രൈക്കിന്റെ വിവരങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? ഈ കഴക്കൂട്ടത്തെത്തിയപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ വിളിച്ചിരുന്നു. ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഓൺ ടൈമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തി സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി തയ്യാറാകുന്നതിനിടയിലാണ് ക്യാൻസലേഷൻ എഴുതി കാണിക്കുന്നത്. അതുവരെ എൻട്രി ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു കാര്യം, 10,000 രൂപ ചെലവാക്കിയെടുക്കുന്ന ടിക്കറ്റ്, ഉപജീവനം തേടി പോകുന്നവര്, അവിടെ എത്തിയാൻ ലാസ്റ്റ് ഡേറ്റ് ആയവര്, ഇവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ ഒന്ന് അഡ്രസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഈ മാനേജ്മെന്റ് തയ്യാറാകണം. ഒരു ചെറിയൊരു സ്റ്റാഫിനെ, ഒന്നും അല്ലാത്ത ഒരു കസ്റ്റമർ സർവീസ് ഏജന്റിനെ പറഞ്ഞയച്ച അയാളെ അല്ല ഇവരെ കൈകാര്യം ചെയ്യാൻ വിടേണ്ടത്. അറ്റ്ലീസ്റ്റ് മാനേജ്മെന്റ് ഇതിനെ അഡ്രസ് ചെയ്യും. ഉമേഷ്, അത് തന്നെയാണ്. കാരണം ഈ അവസാന നിമിഷം വരെയും ഇവർ ചോദിച്ചപ്പോഴൊക്കെയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്നൊരു മറുപടിയായിരുന്നു ലഭിച്ചത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ നിലയിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. ഇവിടുത്തെ എയർ ഇന്ത്യ ജീവനക്കാരെ ഉൾപ്പെടെ ഈ നിലയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇവിടുത്തെ യാത്രക്കാർ. ചേട്ടാ, എവിടെ പോവാൻ? എന്റെ ബ്രദറിനാക്കാൻ വന്നതാണ്. ഞാൻ ഷാർജ അസോസിയേഷന്റെ മെമ്പറൊക്കെയാണ്. എവിടെന്നാ വരുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാ. എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു? മുൻപ് എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു? അതല്ലെങ്കിൽ നോർമൽ രീതിയിൽ ഇന്റർനാഷണൽ ട്രാവലിംഗിന് ഒരു യാത്രക്കാരന് 8 മണിക്കൂർ മുമ്പെങ്കിലും അതിനൊരു റിപ്പോർട്ട് കൊടുക്കണം. ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ, റീഷെഡ്യൂൾ ആവുന്നുണ്ടെങ്കിൽ മിനിമം ഇവരെല്ലാവരും പറയുന്നത് 4 മണിക്കൂറെങ്കിലും മുമ്പ് ഇവർക്കൊരു റിപ്പോർട്ട് കൊടുക്കാമെന്നാണ്. പക്ഷെ അവരത് കൊടുത്തിട്ടില്ല. ഈ ഇന്റർനാഷണൽ ലെവലിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുടെ പലരുടെയും ഡേറ്റുകൾ ലാസ്റ്റ് ഡേ ആണ്. എന്റെ വിസ നാളെ തീരുകയാണ്. എന്റെ വിസ നാളെ തീരുകയാണ്. അവർക്കൊരു ഉത്തരവാദിത്വമില്ല. അവർ പറഞ്ഞ വേറെ ഓപ്ഷൻ എന്തെങ്കിലും നോക്കിക്കൊള്ളാനുണ്ട്. ഒന്നീ റീഫണ്ട്, ഇല്ലെങ്കിൽ വേറെ അറേഞ്ച് ചെയ്ത് റീഫണ്ട് കൊണ്ട് മതിയാവില്ല. എനിക്കെങ്ങനെ മതിയാവും? എനിക്ക് ഒരു നാളെ അവിടെ ഇറങ്ങിയേ പറ്റുള്ളൂ. മറ്റന്നാളാണെങ്കിൽ എനിക്ക് വിസ ക്യാൻസലാണ്. വേറെ പണി പോകുന്ന വേറെ കേസല്ല, വിസ ഇല്ല. ഉമേഷ്, ആ നിലയിൽ വലിയ പ്രതിസന്ധി ഇവിടുത്തെ പല യാത്രക്കാരും സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രതിഷേധം തുടരുകയാണ്.